വെൽക്കം ടു അവർ ചാനൽ സുനിതാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. മാങ്ങ 1 കിലോ, വെളുത്തുള്ളി, ഇഞ്ചി, വിനാഗിരി, കായം, കറിവേപ്പില, അതുപോലെ തന്നെ ചതച്ച മുളക്, കടുക്, ഉലുവ, ഉപ്പ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. അത് ഒരു 4-5 മണിക്കൂറിന് മുന്നേ ഉപ്പ് പുരട്ടി വെച്ചാണ്. നന്നായിട്ട് കഴുകി അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചതാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് ചൂടായതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 20 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് വഴറ്റി കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കളർ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിനാഗിരി, അപ്പം പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് വിനാഗിരി ഒഴിക്കുന്നത്. അപ്പം പുളിക്കനുസരിച്ച് വിനാഗിരി ചേർക്കുക. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ മാങ്ങ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനിയും വെള്ളമൊന്നും ചേർക്കത്തില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്യാസ് ഓഫാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ലാസ്റ്റിൽ ചേർക്കുന്നത് മുളക് ചതച്ച് വെച്ച മുളകാണ്. അത് 1 ടേബിൾ സ്പൂണ് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർക്കാൻ. ഒത്തിരി എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് മാത്രം ചേർക്കുക. ഇതിൻ്റെ അളവ് കുറയ്ക്കുക, മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ ബൈ.